ഈ ജൂൺ മാസം ഈശോയുടെ സേക്രഡ് ഹാർട്ടിനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന പ്രത്യേക മാസമാണല്ലോ. അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ നമുക്ക് നൽകിയ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും അൽഭിഷേകം സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥന. നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നിനക്ക് വേണ്ടിയാണ് ഈശോയുടെ തിരുഹൃദയം അതിദാരുണമായ സഹനം ഏറ്റുവാങ്ങിയത്. നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ നൽകിയ ഈശോ കാൽവരി മലമുകളിൽ പരിഹാര ബലിയായി തീരുന്ന നിമിഷം എത്രമാത്രം ആ തിരുഹൃദയം വേദന സഹിച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും തന്നിലൂടെ പിതാവിലേക്ക് അനുരഞ്ജിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് കുരിശിൽ നടക്കുവാണ്. ആ കുരിശിൽ ബലിയായി തീരുമ്പോൾ ശരീരത്തിന്റെ വേദന മുഴുവനും, ആ വേദന, ആ തിരുഹൃദയം കടന്നുപോയ വേദന എത്രമാത്രം എന്നുള്ളത് നമ്മൾ ഊഹിക്കുന്നതിലും ചിന്തിക്കുന്നതിലും ഒക്കെ അപ്പുറമാണ്. ഇന്നേ ദിവസം ഈ ജൂൺ മാസം ഈ തിരുഹൃദയ സേക്രഡ് ഹാർട്ടിന്, ഈശോയുടെ സേക്രഡ് ഹാർട്ടിനെ നമ്മൾ ഓർക്കുന്ന ഈ പ്രത്യേക മാസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ആമേൻ. നമ്മൾ പ്രത്യേക നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവ് നമ്മളെ ചേർത്ത് നിർത്തുന്നു. ഇന്ന് പലർക്കും വലിയൊരു അനുഭവം ഉണ്ടാവും. ഈശോ വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന, ചേർത്ത് നിർത്തുന്ന അനുഭവം. കാരണം കർത്താവിന്റെ സ്നേഹം, അതിന്റെ ആ കർത്താവ് കടന്നുപോയ വേദന, നിനക്ക് വേണ്ടി കടന്നുപോയ വേദനയെ നീ ധ്യാനിക്കുമ്പോൾ കർത്താവിന്റെ സ്നേഹം കൂടുതൽ നിനക്ക് അനുഭവിക്കുവാൻ ഇടയാകും. ഗോഡ് ബ്ലെസ് യു.